കാട്ടിൽ പതിവില്ലാതെ എന്തോ ഒരു ബഹളം. നമ്മുടെ കിങ്ങിണി പശുവിനെ കാണുന്നില്ലല്ലോ. അതെ അതെ, നമ്മുടെ വജ്രൻ കുതിരയും കാണുന്നില്ല. എന്റെ കൂട്ടുകാരനെയും കാണാനില്ല. ഞാൻ 2 ദിവസം മുന്നേ കാട്ടിൽ വേട്ടക്കാരെ കണ്ടിരുന്നു. അവർ മിക്കവാറും ഇവരെ വേട്ടയാടി കാണും. അയ്യോ ആണോ? എങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടി കല്ലെടുത്തെറിഞ്ഞ് അവരെ ഓടിക്കാം. എന്തു പറയുന്നു? എടാ മണ്ടൻ ഡിങ്ക, അവർ കുറേ പേർ കാണും. തോക്കും അമ്പും വില്ലും എല്ലാം ഉണ്ടാകും. അവരെ അത്ര പെട്ടെന്നൊന്നും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ കാട്ടു രാജാവിനോട് പറയാം. രാജാവ് എന്തെങ്കിലും വഴി കാണും. അതാ നല്ലത്. കുഞ്ഞിക്കിളി രാജാവിനെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വാ. അങ്ങനെ ഇതിനു പരിഹാരം കാണാൻ കുഞ്ഞിക്കിളി രാജാവിനെ കാണാൻ പോകുന്നു. രാജാവേ, ദിവസേന കാട്ടിലെ മൃഗങ്ങൾ കുരഞ്ഞു കുരഞ്ഞു വരുന്നു. കാട്ടിൽ ഏതോ വേട്ടക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ കാര്യം? അതെ രാജാവേ, ഈ പോക്ക് പോയാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഇല്ലാതാകും. ഇതിനു രാജാവ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഈ കാട് സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ അവരെ ഓട്ടിക്കാനുള്ള വഴി കണ്ടുപിടിക്കാം. നിങ്ങൾ എല്ലാവരും സമാധാനപ്പെടൂ. അതെങ്ങനെ രാജാവേ? ഞാൻ അവരെ ഇവിടെ നിന്നും ഓടിക്കാം. രാജാവിന് അവരെവിടെയാണെന്ന് അറിയാമോ? അതെനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയി തേടി കണ്ടുപിടിച്ച് ഓടിക്കാം. രാജാവേ, ഈ കാട് വളരെ വലുതാണ്. അങ്ങ് ഈ കാട് മുഴുവൻ തേടി വരുമ്പോഴേക്കും അവര് കുറേ മൃഗങ്ങളെ വേട്ടയാടി കാണും. അത് ശരിയാണല്ലോ. ഇപ്പോ എന്താ ചെയ്യാ? ഞാൻ ഈ കാടിന്റെ മുകളിലൂടെ പരന്ന് അവരെവിടെയാണെന്ന് കണ്ടുപിടിച്ചു പറയാം. അവര് രാജാവ് പോയാൽ മതി. അതൊരു നല്ല സൂത്രമാണ്. ശരി, എന്നാൽ വേഗം പോയി വാ. അങ്ങനെ വേട്ടക്കാരുള്ള സ്ഥലം കണ്ടുപിടിക്കാനായി കുഞ്ഞിക്കിളി കാടിന്റെ മുകളിലൂടെ പറക്കുകയും അവരുടെ വാസസ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. കണ്ടുപിടിച്ചോ കുഞ്ഞിക്കിളി? അതെ രാജാവേ, അവർ എല്ലാവരും ആ വെള്ളച്ചാട്ടത്തിന്റെ പിറകിലാണ് താമസം. എന്നാൽ ശരി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അങ്ങനെ സിംഹരാജൻ വേട്ടക്കാരുടെ വാസസ്ഥലത്തിലേക്ക് എത്തുന്നു. എടാ ദുഷ്ടന്മാരെ, നിങ്ങൾ ഞങ്ങളുടെ കാട്ടുമൃഗങ്ങളെ വേട്ടയാടുകയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ! കാട്ടുരാജാവ് വേട്ടക്കാരെ ഓടിക്കുകയും കാടിനെ രക്ഷിക്കുകയും ചെയ്തു.